കൂടെയുണ്ട് ജാസി ചേച്ചി നമ്മളെ കൂടെയുണ്ട് സുന്ദരി സുഭഗിയുമായ ജാസി ചേച്ചി നമ്മളെ കൂടെയുണ്ട് ജാസി ചേച്ചി നമ്മളെ കൂടെയുണ്ട് കേൾക്കണം പ്രിയ കൂട്ടരെ ജാസി ചേച്ചി നമ്മളെ കൂടെയുണ്ട് ജാസി ചേച്ചി നമ്മളെ കൂടെയുണ്ട്. ഓക്കെ മനോജെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ അർജന്റീന എന്നുള്ളൊരു പാട്ടേ അത് സൂപ്പറായിരുന്നു. ആ സമയത്ത് കളിയുള്ളത് കൊണ്ടാണ് അതൊരു സൂപ്പർ ഹിറ്റായിട്ട് മാറിയത്. അതല്ല, അതിൻ്റെ ശബ്ദം നന്നായിട്ടൊന്നുമല്ല. അത് നീ ഒന്ന് ആലോചിക്കണം. രണ്ടാമത് കുറേ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പെണ്ണായ ആൾക്കാർക്ക് പെണ്ണിൻ്റെ പാട്ടേ പാടണം, ആണായ ആൾക്ക് ആണിൻ്റെ പാട്ടാണ്. ഇപ്പം ആൺ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അവൾ പെണ്ണായിട്ട് പാടുന്നത് അതും നിങ്ങൾ സമ്മതിക്കില്ല. ജാസി പെണ്ണല്ല, ആണാണ്. ജാസി നീ ചേച്ചിയും വിളിച്ച് പാടുന്നില്ല, ജാസി ചേട്ടൻ വിളിച്ച് പാടുക. അല്ല പിന്നെ നിനക്ക് അല്ലാതെ വലിയ ഓരോ കക്കാണ് നീ ചെയ്യുന്നത്. എന്നിട്ട് നിന്റെ എന്തോ ഒരു ലക്കിലാണ് ഒരു പാട്ട് സൂപ്പർ ഹിറ്റ് ആയതല്ല. അത് പിന്നെ നന്നായിട്ടൊന്നുമില്ല. അത് ഞങ്ങൾ മലയാളികൾ എല്ലാവരും കുടിച്ചൊന്ന് അപ്പുളാക്കി തന്നതാ. എന്നാ ഓട്ടെ, നീ ഒന്ന് സൂപ്പർ ഹിറ്റ് ആയിക്കോളും. എന്നിട്ട് ഈ ജാസിക്കെതിരെ പാട്ട് നീ തിരുത്തി പാടണം. ജാസി ചേട്ടന് കൂടെയുണ്ട് എന്ത് പങ്കിൻ്റെ പാട്ട് നീ പഠിക്കൂ. പക്ഷേ ഒരു മൈറ്റ പരിപാടി കാണിക്കില്ലേട്ടാ. പെണ്ണിന് ആനേറ്റ് പാട്, ആന പെണ്ണേറ്റ് പാട്. നീ എന്ത് വിചാരിച്ചത്? ഈ പുരുഷന്മാർക്ക് നീ അവമാനിക്കാൻ വേണ്ടി നോക്കുന്നത് അതൊന്നും നടക്കില്ല. നീ പാടിക്കോ എന്തോ ആയിക്കോ, പക്ഷെ പുരുഷന്മാരെ അവമാനിച്ചാൽ അവൻ പുരുഷനാ, അവൻ സ്ത്രീ എന്ന് പറയുന്നതിന് പുരുഷന്മാർക്ക് എല്ലാവർക്കും ഒരു ഇത് അവമാനമായത്. അല്ലാണ്ട് ഈ ജാസി എന്നൊരു തെണ്ടി, ജാസി എന്നൊരു ചെറ്റ, ജാസി എന്നൊരു പുല്ലൻ ഇവിടെ കേരളത്തിൽ ജനിച്ചിട്ട് കേരളക്കാർക്ക് മൊത്തം ഇപ്പം അവമാനമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്റെ ഈ തല്ലിപ്പൊളി പാട്ടും കൂടി നീ എന്താ വിചാരിച്ചത്? നീ ഒരു ഗായകനാ? നീ യേശുദാസനാ? അല്ല നീ എം ജി ശ്രീകുമാറിനാ? അല്ല നീ അഫ്സലിനാ? കൊല്ലം സാഫി വരാവിനെ കൊണ്ട് പറ്റുമോ? അതുകൊണ്ട് തിരിച്ച് പാടണം ജാസി ചേട്ടൻ നടത്തി. അല്ലെങ്കിൽ നിന്റെ 32 പല്ല് മുമ്പോട്ട് വെച്ചില്ലേ, ആ പല്ല് മൊത്തം ഞാൻ കുത്തിയെടുക്കും. മൈൻഡ് യുവർ വേർഡ്സ് എന്ന് പറഞ്ഞ പോലെ.